ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സെമിൻ്റെ വീട്ടിൽ പോകുന്ന വീഡിയോ കേട്ടോ. സെയിം ഡേ തന്നെ നമ്മൾ കൊണ്ടോട്ടി നേർച്ച കാണാനും പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടോട്ടി നേർച്ച അതിന് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ വേറെ വരുന്നതാണ്. ഇത് കൊണ്ടോട്ടി നേർച്ച അന്നത്തെ ദിവസം നമ്മൾ അപ്രതീക്ഷിതമായി എത്തി എന്നൊക്കെ പറയാമല്ലോ. കുറേ ആയിട്ട് സെവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് ഇറങ്ങിയതാണ്. രാവിലെ നേരത്തെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് റെഡിയായി, പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങൾ വേഗം ആവുന്ന ഫുഡ് നൂഡിൽസാണ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പക്ഷേ ലേറ്റായപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് കുറച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി വെച്ചേക്കാം. അങ്ങനെ കഞ്ഞി വേഗം എടുത്ത് തിരക്കിനിടയിൽ വേഗക്കോട്ടെ വെച്ച് കഞ്ഞി എടുക്കാൻ നോക്കി. അപ്പോൾ നോക്കിയിട്ട് കഞ്ഞി വെന്തിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അന്ന് കുടിച്ചില്ല, അവിടെ വെച്ചാണ്ട് അങ്ങോട്ട് പോന്നു. അവിടെ നിന്ന് വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാതിരിച്ചുണ്ട്. പക്ഷേ വൈകിട്ടെത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി. അവിടുന്ന് ഞാൻ ചിക്കും സെമി അവിൽ മിൽക്കൊക്കെ കുടിച്ച്. അങ്ങനെ പിന്നെ അതൊക്കെ കുടിച്ചപ്പോൾ പിന്നെ കുറച്ച് ആശ്വാസമായിട്ട് അവിടുന്ന് അപ്പോഴാണ് ഓർമ്മ വീഡിയോസൊക്കെ എടുക്കണം. അതിൻ്റെ ഇടയിലൊക്കെ മറന്നു കൊണ്ട് എടുക്കും. അവിടുന്ന് മറന്നൊക്കെ അങ്ങനെ എടുത്തതാട്ടോ. വണ്ടി വിട്, വണ്ടി വിട്. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി. ഈ ഒരു ഏരിയ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെവൻ്റെ അടുത്ത് പോകുമ്പോൾ ഏറ്റവും നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഏരിയ ഉള്ളത്. നല്ല വ്യൂള്ള ഒരു വൈബുള്ള ഏരിയ ആണ്. ഫുൾ മലകളും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഇതിൽ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് പല വഴിയിലും പോവാം, പക്ഷേ എനിക്ക് ഇതിൽ കൂടെ ഒന്ന് പോകാൻ എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇതിലെ പോയെന്നാണ് ഇതിലെ കൊണ്ടുവരില്ല കേട്ടോ. ഇവിടെ നിന്ന് അടിപൊളിയാണ്. ഞാൻ കുറേയൊക്കെ വീഡിയോ എടുക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ആരും കണ്ടില്ലെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പിന്നെ വേളയിൽ വീട്ടിലെത്തിയിട്ട് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതാട്ടോ ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ മടിക്കണത്. ഞാൻ വീഡിയോ എടുക്കാൻ മറക്കും, എനിക്കത് ഓർമ്മയേ ഉണ്ടാവില്ല. പിന്നെ എപ്പോഴെങ്കിലും ഓർമ്മ. ചിലപ്പോൾ ഞാൻ കുറേ ദിവസം ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തേക്കും. രാവിലെ എടുത്ത് വെച്ചിട്ട് പിന്നെ രാത്രിയൊക്കെ ഓർമ്മ, അയ്യോ ഒന്നും എടുത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോസൊന്നും ഇല്ലാത്തത്. പിന്നെ അതുപോലെ പുറത്തൊക്കെ പോകുന്ന ദിവസമാണ് വീഡിയോ എടുക്കുക. അതും ഇതേപോലെ ആവും, കുറച്ചെടുക്കില്ല. അതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാത്ത കുറേ വീഡിയോസിൻ്റെ അവിടെയും ഇവിടെയും ഓരോരോ ചെറിയ ഭാഗങ്ങൾ എൻ്റെ ഫോണിൽ നിറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ടോ, മഞ്ചേരിയിലോട്ട് പോന്ന്. പിന്നെ അവിടുന്നാണ് ഞങ്ങൾ കോഴിക്കോട് പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ലീവാക്കി. അപ്പോൾ ഇന്ന് ഒരിക്കലൊക്കെ പോകാതിരിച്ചാണ്ട് ഞങ്ങൾ കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു. എന്നോട് കുറേ ആയിട്ട് സെമി കോഴിക്കോട് പോകാമെന്ന് പെരുന്നാളിൻ്റെ മുന്നേ പ്ലാൻ ഇട്ട് തുടങ്ങി ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കോഴിക്കോട് പോകാതിരിച്ച്. പക്ഷേ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അവിടെ പോയി വീണ്ടും തിരിച്ച് വന്നപ്പോൾ അതൊക്കെ ലേറ്റായി. അങ്ങനെ പിന്നെ കോഴിക്കോട് പോകണ്ടേ വിചാരിച്ചുകൊണ്ട് പിന്നെ എന്തെങ്കിലും എവിടെ പോകാതിരിച്ചാണ്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് കൊണ്ടോട്ടി എത്തിയപ്പോൾ ഭയങ്കര അവിടെ നേർച്ചയും സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊണ്ടോട്ടി നേർച്ച നടക്കുന്നത് അവർക്കാണ് കയറി. എന്നാൽ കോഴിക്കോടേക്ക് പോകേണ്ടതിന് സമയമില്ല, നമുക്ക് തൽക്കാലം കൊണ്ടോട്ടി നേർച്ച കണ്ടിട്ടാണ് പോകാതിരിച്ച് അവിടെ ഇറങ്ങി. അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി. വീട്ടിലോട്ട് കുറച്ച് പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആ ഒരു കടയിൽ നല്ല ടേസ്റ്റുള്ള കപ്പ് കേക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ പോയപ്പോൾ അത് തീർന്നിനി അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാലാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ.
ഇത് കണ്ടിടല്ലേ നിങ്ങൾ തിരിഞ്ഞ മൈന മൈന എന്താ പോയത്? ഓ മാങ്ങ കണ്ടാണ്ട് മാങ്ങ പറിച്ചാ ഇറങ്ങിയേക്ക. ഇപ്പം ഞങ്ങൾ വിളയത്ത് വീട്ടിൽ പോയി തിരിച്ചു വരുന്നതാണ് കേട്ടോ. ഞാൻ അവിടുന്ന് കുറച്ചൊക്കെ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചു, ഞങ്ങൾക്ക് മറന്നു വരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മഞ്ചേരിക്ക് പോയി. അവിടുന്നാണ് പിന്നെ ഇവിടേക്ക് പോയത് കേട്ടോ, കൊണ്ടോട്ടിക്ക് പോയത്. അപ്പോൾ ഇനി വരുന്നൊരു കട ഉണ്ട് കേട്ടോ. ആ കടയിൽ നിന്നാണ് നമ്മൾ പോയപ്പോൾ ചിക്കൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാ ഈ ഒരു കടയിൽ നിന്ന് കേട്ടോ. ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് ഭയങ്കര വെയിലും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വത്തക്കൊക്കെ വാങ്ങിട്ടോ. ഒരു പീസ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടുകൊണ്ട് ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാൻ. അവിടെ ഓരോ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ കൊണ്ടോട്ടി നേർച്ചയ്ക്ക് പോയി. അത്ഭുതം തീർക്കുന്ന മരവിക്കുന്ന ഫാൻസി മാർക്കറ്റ്, മത്സരിച്ച് കളിക്കാൻ ഫാമിലി ഗെയിം സെന്റർ, സെൽഫി വീഡിയോ ഫോട്ടോഷൂട്ട് ഏരിയ. കേരളത്തിൽ ആദ്യമായി അജ്മീർ ഫാൻസി വെച്ചുകളാൽ മിന്നിത്തിളങ്ങുന്ന പ്രവേശന ഗ്രൗണ്ട്. ഏത് പ്രായക്കാർക്കും സ്നേഹചിഹ്നത്തിൽ ഒരു ഫ്രീ ഫോട്ടോ. വിവിധ ദിവസങ്ങളിൽ വ്യത്യസ്തമായ സ്റ്റേജ് ഷോ, സംഗീത വേദികളിലെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ. ഈ അവധിക്കാലത്ത് നിങ്ങളെ കുടുംബസമേതം ക്ഷണിക്കുന്നു. 2025 കൊണ്ടോട്ടി നേർച്ചയില്ല വീണ്ടും കുടുംബസമേതം ആത്മവിശ്വാസികൾക്ക് ഒരു വിസിനി യോഗം വയ്ക്കുന്നു. വിവിധ റൈഡുകൾ, ചിൽഡ്രൻസ് പാർക്ക്, ഭക്ഷണ പാനീയ കൗണ്ടറുകൾ. കൊണ്ടോട്ടിക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് 2 ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറേ സംഭവത്തിലൊക്കെ കയറി കേട്ടോ. ഒരു ട്രെയിന് പോലത്തെ സാധനം, പിന്നെ കാശ്മീർ പോലെ സെറ്റ് ചെയ്തിന് അവിടെ, അതിൽ കയറി. കാശ്മീർ പോലെ പറയുമ്പോൾ അതെന്തൊക്കെയോ പഞ്ഞി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ കുറേ ഫിഷിൻ്റെ പ്രതിമ, പെൻഗ്വിൻസിൻ്റെ പ്രതിമ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് കുറച്ച് AC ഒക്കെ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടോ. ഭയങ്കര ലൈറ്റൊക്കെ വെച്ചിട്ട് അത് സംഭവം രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ കുട്ടികളായതുകൊണ്ട് ഫോട്ടോ എടുത്ത് തരാൻ ആരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. മേജിക്ക് നടക്കുമോ?
ഏറ്റവും റെഡ് പോരാ. ഈ കാശ്മീർ പോലെ സെറ്റ് ചെയ്തത് ഫൈസിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓന് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കാരണം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് ഇറങ്ങി ഉടനെ തന്നെ അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായി കേട്ടോ. അപ്പോൾ അതൊന്നും പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ ചുമ്മാ അതൊക്കെ കണ്ടിങ്ങനെ പിന്നെ കുറേ പഴയ കാലത്തുള്ള മിഠായികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ തോണി ചാട്ടിലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ആൾക്കാർ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലായിരുന്നു. ഞാൻ അതിലൊന്നും കയറിയില്ല, എനിക്കതൊക്കെ പേടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിലൊന്നും കയറിയില്ല. ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ച് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കേണ്ട ആൾക്കാർ കണ്ട് നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പിന്നെ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും പിന്നെ വാങ്ങിയിട്ട് ഒടുക്കത്തെ വില കേട്ടോ എല്ലാത്തിനും. പിന്നെ വലിയ ഭംഗിയുള്ളതൊന്നും ഇല്ല, വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ല, എനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ സെമിക്ക് മരണക്കിണറിൽ കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും കേട്ടോ. നമുക്ക് കയറില്ലേ വെച്ച് ഞാൻ കുറേ മുന്നേ കയറി കേട്ടോ. വലിയ രസമൊന്നുമില്ല. പിന്നെ എനിക്ക് പിന്നെ അതൊക്കെ പേടിയായി, ഞാൻ പിന്നെ അതുകൊണ്ടൊന്നും കയറണ്ടാന്ന് കേട്ടോ. പിന്നെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെക്കും ബൈ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ അവിടെയുള്ള ബെല്ലൈക്കൺ ഓൾ അമർത്തിയാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നതാണ്.